പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ അവിടുത്തെ വചനം പഠിക്കുവാൻ അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനവും ആത്മീയ സ്വഭാവവൽക്കരണത്തിന് കാര്യവുമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വരുവാനുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുവരുമാറാകണമേ. കർത്താവിൻ്റെ കൃപയോട് കൂടെ ഇരിക്കണമേ. ന്യായമായ എന്തെങ്കിലും കാരണങ്ങളാൽ കർത്താവെ അവർക്ക് കടന്നു വരാതിരിക്കുന്നെങ്കിൽ സകലം അറിയുന്ന ദൈവം അവരെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. നന്മകൾ കൊണ്ട് നിറച്ചുകൊള്ളും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ വിഷയം ബൈബിൾ സ്റ്റഡി മെത്തേഡ്സ്, വേദപുസ്തക പഠന രീതികൾ. അതിലതിൻ്റെ ബേസിക് മുഴുവൻ കഴിഞ്ഞു. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ രീതിയിലുള്ള ബൈബിൾ പഠന രീതികളാണ്. അതിൽ 2 നമ്മൾ കഴിഞ്ഞു. ഏതൊക്കെയാ? ധ്യാനാത്മകമായത് കഴിഞ്ഞു. ഒരു അധ്യായത്തെ മുഴുവൻ നമ്മൾ പഠിച്ച് അതിൽ നിന്ന് മെസ്സേജ് ഉണ്ടാക്കുന്നതെന്ന് നമ്മളങ്ങനെ കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യക്തിഗത പഠനം, ക്യാരക്ടർ സ്റ്റഡി, അല്ലെങ്കിൽ വ്യക്തികളെ ആസ്പദമാക്കിയ പഠനം. ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് ക്യാരക്ടർ സ്റ്റഡി. അതെ, വ്യക്തികളെ ആസ്പദമാക്കിയ പഠനം. ക്യാരക്ടർ സ്റ്റഡിയാണ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ ഓരോരുത്തരെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കാൻ പോകുന്നു. സാധാരണ അങ്ങനെ നടന്നിട്ടുള്ള പഠനങ്ങൾ, ദാവീദിനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഈ ക്യാരക്ടർ സ്റ്റഡി തന്നെ ഒരു കാര്യം കൂടെ വരും. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ആ വ്യക്തിയുടെ സ്വഭാവത്തെയാണ്. മനസ്സിലായോ? ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് നോക്കുന്നത് ആ വ്യക്തിയുടെ സ്വഭാവത്തെയാണ്. ക്യാരക്ടർ മെയിനായിട്ട് അതാണല്ലോ. ഇപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ക്യാരക്ടർ ട്രെയ്റ്റ്സ്, സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, അല്ലെങ്കിൽ യോശുവയുടെ ജീവിതം, മോശയുടെ ജീവിതം, നെഹമ്യാവിൻ്റെ ജീവിതം, വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും കുറിച്ചുള്ള അവരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് മൂന്നാമത്തെ ഒരു പഠന രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആരെയും എടുക്കണ്ടേ? നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പറഞ്ഞു നമുക്ക് അയാളുടെ അടുത്ത് പഠിക്കാമെന്ന്. ദാവീദ് ഇഷ്ടംപോലെ ആളുകൾ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ദാവീദിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പ്രധാനമായിട്ട് പറയുന്ന ഒറ്റ സെൻറ്റൻസിൽ ദാവീദിനെ നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും? എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്നാണ് ദാവീദിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന നന്മയും തിന്മയുമായ 2 സ്വഭാവങ്ങൾ നമ്മൾ നോക്കണം. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സ്വഭാവങ്ങൾ നമ്മൾ നോക്കണം. അപ്പോൾ അത് ഒരു പുസ്തകത്തിൽ നിന്ന് മാത്രം കിട്ടത്തില്ല. ത്രൂ ഔട്ട് ദ ബൈബിൾ, വേദപുസ്തകത്തിൽ മുഴുവൻ ദാവീദിനെക്കുറിച്ച് എവിടൊക്കെ പരാമർശിച്ചിട്ടുണ്ടോ അത് മുഴുവനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പൂൾ ഓഫ് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് കുറേ ഉണ്ട്. അതിനെക്കൂടെ കുറച്ചുകൂടെ എളുപ്പമായ ഒരാളെ പറഞ്ഞ് അധികം പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്തതും എന്നാൽ കുറേയും കൂടെ
നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വേറൊരാളെ കുറിച്ച് വേണമെങ്കിൽ പറയാം. ആരാ ആരാ യോശുവോ? പറഞ്ഞോ, ആണോ? യോശുവാണോ ഉദ്ദേശിച്ചേ? യോശുവ കുറേയുണ്ട്. ആരാ? നെഹമ്യാവ് ഒരു പുസ്തകം മുഴുവൻ അയാളെ കുറിച്ചുണ്ട്. രൂത്ത് ഒരു പുസ്തകം മുഴുവനല്ലേ? ശിംശോനും കുറച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 2-3 അധ്യായം ഉണ്ട് പുള്ളിക്ക്. ഞാൻ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഒരാളെ എടുക്കാൻ പറഞ്ഞേ. അധികം പരാമർശിച്ചിട്ടില്ല, എന്നാൽ ഒരു 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 വെള്ളി വെളിച്ചം പോലെ. ആരാ? യബ്ബേസ്. ഒരു ദിവസം അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. അധികമൊന്നും ആകെ പുള്ളിയെ കുറിച്ച് ആകെ 2 വാക്യോ 3 വാക്യം കണ്ടേ ഉള്ളൂ. ഹി മെയ്ഡ് എ ബിഗ് ഇമ്പാക്ട്. നമുക്ക് യബ്ബേസിന്റെ സ്വഭാവത്തിലേക്കൊന്ന് നോക്കാം. ഈ എല്ലാവരും പ്രസംഗിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അധികം ആരും പരാമർശിക്കാത്തതും എന്നാൽ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമ്മളെ സ്വാധീനിക്കാനും കഴിയുന്ന വ്യക്തികളെ വേണം നമുക്ക് കണ്ടെടുക്കാനായിട്ട്. യബ്ബേസ് എവിടാ? പുള്ളിയെക്കുറിച്ച് എവിടാ പരാമർശിച്ചിരിക്കുന്നത്? കേട്ടിട്ടുണ്ടോ പുള്ളിയെക്കുറിച്ച്? ആദ്യം അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. എവിടാ? എവിടെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്? ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആ മനുഷ്യനെ കുറിച്ച് ക്യാരക്ടർ സ്റ്റഡിയിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അവനിൽ മാത്രം കാണുന്ന സ്വഭാവം എന്തുമായിരുന്നു? യബ്ബേസിൽ നമ്മൾ കണ്ട സ്വഭാവങ്ങൾ കിട്ടിയില്ലയോ? യബ്ബേസ് രക്ഷയില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്ക്. യബ്ബേസിൻ ബൈബിൾ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു റെഫറൻസ് കണ്ടോ? ഇത് റിസർച്ച് സ്റ്റഡിയും കൂടെ. ഇനിയിങ്ങനെ വാരി തരലല്ല നിങ്ങൾക്ക്, കാരണം അഡ്വാൻസ്ഡ് സ്റ്റഡീസിലപ്പം നിങ്ങൾ ഏതിൻ്റെ 4? 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചോ? അതിന് തൊട്ട് മുമ്പ് വായിലേ. അതെത്ര? 9-ാം വാക്യമല്ലേ? 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുകയാണ്. വായിച്ചോ? യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രയേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കുകയും എൻ്റെ അതിരുകളെ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. യബ്ബേസിനെ കുറിച്ച് വേറൊരു ഭാഗത്തും കൂടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. 2 അധ്യായത്തിന് ശേഷം പറയുന്നുണ്ട്. യബ്ബേസിൽ പാർത്ത ശാസ്ത്രിമാരുടെ പേരുകളാവിത് എന്നൊരു വാക്യം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത് പിന്നെ സ്ഥലപ്പേരായിട്ട് മാറുകയാണ്, ഒരു പട്ടണത്തിൻ്റെ പേരായിട്ട് മാറുകയാണ്. ശരി, നമുക്കിനി വരാം. അപ്പോൾ യബ്ബേസിനെ കുറിച്ച് ആകെ മെയിനായിട്ട് പ്രതിപാദിച്ചേക്കുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ യബ്ബേസിൻ്റെ ക്യാരക്ടർ, യബ്ബേസിനെ കുറിച്ച് നമുക്ക് നോക്കാം, പഠിക്കാൻ പോകാം. നമ്മൾ അവൻ്റെ ക്യാരക്ടർ സ്റ്റഡി നടത്തുകയാണ്. അപ്പോൾ ഒരു ക്യാരക്ടറിൽ ഒരാളുടെ സ്വഭാവം പഠിക്കണമെങ്കിൽ, വേദപുസ്തകത്തിലെ ആളുകളുടെ സ്വഭാവം പഠിക്കണമെങ്കിൽ അതിനകത്ത് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു കാര്യം എന്തുവാ? അവൻ്റെ പേര്. വേദപുസ്തകത്തിലെ ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ നിർണായകമായ ഒരു ഘടകമാണ് ആ വ്യക്തിയുടെ പേര്. അതുകൊണ്ട് ദൈവം പലരുടെയും പേര് മാറ്റുന്നത് വിളിച്ചു കഴിഞ്ഞിട്ട്, ഇല്ലേ? യാക്കോബിനോട് പറഞ്ഞു, ഇനി നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്നാക്കാൻ പോവുക. നിന്നെ ഇനി ഞാൻ ലോകം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജനം എന്നുള്ള ഒരു പേരിൽ വേണം. ഇസ്രയേൽ എന്നവൻ്റെ പേര് മാറ്റി. കാരണം പേരിന്
ആ വ്യക്തിയുമായിട്ട് ഒത്തിരി കണക്ഷനുണ്ട്. പേര് കേട്ടാൽ അറിയാം. അങ്ങനെ ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പേര് കേട്ടാൽ അറിയാം അവൻ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്ന്. പേര് കേട്ടാൽ അറിയാം ഇതാണാണോ പെണ്ണാണോ എന്നുള്ളത്. പേര് കേട്ടാൽ അറിയാം ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നാണ് ഇവൻ വരുന്നതെന്ന്. പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒട്ടുവളരെ കാലങ്ങളുള്ള ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ബൈബിൾ കാലഘട്ടത്തിൽ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവൻ്റെ പേരെന്തുവാ? യബ്ബേസ്. അപ്പം തന്നെ അറിയാം, പേരിൻ്റെ അർത്ഥം മനസ്സിലായി എല്ലാവർക്കും. എന്തുവാ? സൺ ഓഫ് സോറോ, വ്യസനപുത്രനാ. ഇവൻ ജനിച്ച സമയത്ത് എന്തോ തീവ്രമായ ദുഃഖം ഇവരുടെ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇവൻ ജനിച്ചത് കൊണ്ടാണ് ഇവനെ എന്ത് ചെയ്തിരിക്കുന്നത്? യബ്ബേസ് എന്ന് പേരിടാൻ കഴിച്ചത്. അവനെ പ്രസവിച്ച ഉടനെ അവൻ്റെ അമ്മ പറയുക, ഞാൻ നിന്നെ വ്യസനത്തോടെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന പേരിട്ടു. അപ്പോൾ അവൻ്റെ ക്യാരക്ടർ നമ്മൾ പഠിക്കാൻ പോയിനി. ജന്മം കൊണ്ട് ഒരു ഗതിയും പിടിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു പൈതൽ. ഇനി അവൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ സിറ്റുവേഷൻസ്, അവനായിരിക്കുന്ന കാര്യം. ആ പ്രാർത്ഥന ശ്രദ്ധിച്ച്, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ അവൻ്റെ അവസ്ഥ എങ്ങനെ കിടക്കുന്നത്? ഒരു നിർഗതിവെട്ട അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ അവൻ വളരെ കഷ്ടപൂർണമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവൻ്റെ ഇരിക്കുന്നത്. എന്നിട്ട് അനുഗ്രഹിച്ചിട്ട്, അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? വളരെ ലിമിറ്റഡ്, പരിമിതമായൊരു സാഹചര്യത്തിലാണ് അവനിപ്പം ജീവിക്കുന്നത്. ഒരാളുടെ പ്രാർത്ഥന കേട്ടാൽ അറിയാം അവൻ്റെ. അതുകൊണ്ടാണല്ലോ ചില പ്രവാചകന്മാർ ദൂത് പറയുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ പറയും. നിങ്ങളോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയും. എന്തിനാ? അല്ല, ദൂതെന്തുവാന്ന് വെളിപ്പെടാനാണ്. നിന്റെ പ്രാർത്ഥന അനുസരിച്ചിട്ട് വേണം ഇനി എനിക്ക് എന്ത് ചെയ്യാൻ? ദൂത് പറയാൻ. മനസ്സിലായില്ല? അല്ലല്ലോ, ഉറക്കെ പ്രാർത്ഥിപ്പിക്കുക. ആ പ്രാർത്ഥനയുടെ സ്റ്റൈല്, ആ പ്രാർത്ഥന ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം ഞാൻ നല്ല ഒരുമാതിരി യെസ് 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 എവിടെ എങ്ങോട്ട് വഴി എങ്ങോട്ട് വെട്ടണം എന്ന് അറിയാൻ പറ്റും. ഇതൊക്കെ ഇതിനകത്തെ ട്രിക്കുകളാണ്. നമ്മളൊന്നും അറിയാതെ എല്ലാം കൂടെ വാരിക്കൂകി നമ്മുടെ പ്രാർത്ഥന എല്ലാം എന്ത് ചെയ്തു? ചൊരിഞ്ഞു. മറ്റേയാൾക്ക് ദൂത് വെളിപ്പെടാൻ വളരെ എളുപ്പമല്ലേ? യബ്ബേസിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അവൻ വളരെ അരക്ഷിതാവസ്ഥയിലാണ് ഇപ്പം ജീവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആ പേര് തന്നെ അവന് വീഴാൻ കാരണം. വാക്കും ഭാഷണവും കൂടാതെ അവൻ്റെ പേര് തന്നെ അവൻ്റെ അവസ്ഥ എന്തുവാന്ന്. അതുകൊണ്ടാണല്ലോ ചില ആളുകൾ കുറേ ഒരു നല്ല നിലയിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ? അവൻ്റെ പേരും വീട്ടുപേരും തന്നെ മാറ്റിക്കളയും. അവർ പേര് മാറ്റവരും. കൊച്ചുമോ എന്ന് പേരുള്ള ഒരാൾ നല്ല മുതലാളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കൊച്ചുമോ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കത്തില്ല. നമ്മുടെ കൊച്ചുമോനെ കുറിച്ച് അല്ലാട്ടോ ഞാനീ പറഞ്ഞത്. അവർ പേരേ മാറ്റും. കാരണം അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച പേരല്ല ഇപ്പം അവർക്കുള്ളത്. അപ്പം ഇവൻ്റെ പേരിൽ നിന്ന് തന്നെ അറിയാം ഇവൻ എന്തുവാ? ഒരു ഗതിയും പിടിക്കാത്ത നിർഗതികെട്ട കുടുംബത്തിൽ കിടന്നവനാണ്. പ്രാർത്ഥിച്ചപ്പോൾ അത് പുറത്തു വരികയും ചെയ്തു. എന്തുവാ? കർത്താവേ, നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം. കർത്താവേ, എൻ്റെ അതിരുകളെ നീ വിശാലമാക്കണം. അതിൻ്റെ അർത്ഥം എന്നാ? എൻ്റെ അവസ്ഥ ഇപ്പം വളരെ പരിതാപകരമായ ഇടുങ്ങി കിടക്കുന്ന ഒരു അനുഭവമാണ്. അടുത്തത് എന്താ പറയുന്നത്? അടുത്താണ് ഇനി അടുത്ത് കഴിക്കുന്നത്. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കുന്ന അനർത്ഥം. ജീവിതത്തിൽ എന്തോ അനർത്ഥം സംഭവിച്ച ഒരു മനുഷ്യനാണ്. ജീവിതത്തിൽ എന്തോ അനർത്ഥം പേറി നടക്കുന്ന ഒരു മനുഷ്യൻ. ജീവിതത്തിൽ എന്തോ അനർത്ഥം. ഒരുപറ്റം വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് ഇവൻ ജന്മന ഒരു അംഗവൈകല്യമുള്ള ഒരു
ഹാൻഡിക്യാപ്ഡ് ചൈൽഡായിരുന്നു, അംഗവൈകല്യമുള്ളൊരു കുഞ്ഞാകാൻ. അവനെ കണ്ടേ ചമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നീ എങ്ങനെ ജീവിക്കുവടാ? നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദുഃഖത്തോടിട്ട പേരാവന്. ഒരു വികലാംഗനായി ജനിക്കപ്പെട്ട കൊച്ച്. എങ്ങനെ ഈ കുഞ്ഞ് ജീവിക്കുമെന്ന് അറിയത്തില്ല അമ്മയ്ക്ക്. അതുകൊണ്ട് ദൈവം പ്രാർത്ഥിച്ചും പറഞ്ഞു, ദൈവമേ, അനർത്ഥം എനിക്ക് എന്ത് ചെയ്യരുത്. എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അനർത്ഥം, ഞാനിന്ന് വേറുന്ന അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ നീ എന്നെ കാക്കണം. എന്നിട്ട് അടുത്തത് കാത്തുകൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ്റെ വ്യക്തിത്വത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവൻ്റെ പേഴ്സണൽ സ്വഭാവം. ഒന്ന്, അനർത്ഥത്തിൽ ജനിക്കപ്പെട്ടവൻ. ജീവിതത്തിൽ ഒരിക്കലും ഒരു ഉയർച്ച പ്രാപിക്കാൻ യാതൊരു സാധ്യതയില്ല. അവൻ്റെ പേര് തന്നെ അത് വെളിപ്പെടുത്തുന്നു. എല്ലാവരും അവനെ വിളിക്കുന്നത് എന്തുവാ? വേദനയുടെ പുത്ര എന്ന അർത്ഥം വരുന്ന പേരാ എബേസ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു രീതിയിൽ ഇനി ഇവൻ എന്തില്ല, പേര് കൊണ്ടും മാറാൻ പറ്റത്തില്ല, ജീവിതം കൊണ്ടും പറ്റത്തില്ല. ആർക്കും ഇവൻ്റെ മേലൊരു പ്രതീക്ഷയില്ല. ആർക്കും പ്രതീക്ഷയില്ലാത്ത അവൻ്റെ ജീവിതത്തിലേക്ക് സമൂഹമാണ് അവനെ അങ്ങനെ മുദ്ര കൂട്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ അവൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് കാണുക. അവനൊരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. 10-ാം വാക്യം എങ്ങനെ പറയുന്നേ? ഇസ്രയേലിൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. യബ്ബേസിൻ്റെ ദൈവത്തെ അല്ല കണ്ടത്, ഇസ്രയേലിൻ്റെ ദൈവത്തെയാണ്. ഇസ്രയേലിൻ്റെ ദൈവം എന്ന് പറയുന്നതിന് ഒത്തിരി തിയോളജിക്കലി, ദൈവശാസ്ത്രപരമായിട്ട് ഒത്തിരി അർത്ഥമുണ്ട്. ആരാ ഇസ്രയേലിൻ്റെ ദൈവം? എപ്പോഴാ ഇസ്രയേലിൻ്റെ ദൈവമായി ദൈവം അറിയപ്പെടുന്നത്? യാക്കോബിനെ മാറ്റിയെടുക്കുക. യാക്കോബിന് ആ സമയം എന്ന് പറഞ്ഞാൽ അവൻ ശരിക്കൊരു വലിയൊരു ഡയലമയുടെ മുമ്പിൽ, ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുക. അവൻ ഒറ്റയ്ക്കായി. ഇപ്പം കൂടെ ഉണ്ടായിരുന്ന 2 ഭാര്യമാരെയും മക്കളെയും ദാസന്മാരെയും അതെല്ലാം അപ്പുറത്ത് കിടത്തി. നാളെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ഒരു തിട്ടവും ഇല്ല. കാരണം സഹോദരനെ കാണാനൊക്കെയാണ് പോകുന്നത്. പക്ഷേ അവൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയത്തില്ല. 10 വർഷങ്ങൾക്ക് മുൻപ് അവനെ കൊല്ലാൻ വേണ്ടി നടന്നവനായി സഹോദരൻ. അപ്പം സകലത്തിൻ്റെ ഒരു ജീവിതം തികച്ചും ഒരു 0 ആയിട്ടാണ് ഇപ്പോൾ കൊണ്ട് നിൽക്കുന്നവൻ. അച്ഛാ എന്തിനാ കരയുന്നതെന്ന് പോലും ചോദിക്കാൻ ആരുമില്ല, അല്ലേ? പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു മനുഷ്യരില്ല. നാളെ നേരം വെളുത്താൽ ജീവിക്കുമോ ഇല്ലയോ എന്ന് പോലും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഇത്രയും നേരം സമ്പാദിച്ചതും ഉണ്ടാക്കിയതും മുഴുവനും എന്ത് ചെയ്യുക? അവൻ്റെ കണ്ണു മുൻപിൽ വെച്ച് വാളിനിരയാവാൻ പോവുക, അടിമയായി കൊണ്ടുപോകാൻ പോവുക. അപ്പം ശരിക്കും അവൻ്റെ ജീവിതത്തിന് തുല്യമായൊരു മനുഷ്യനാണ് ഇവിടെ കാണുന്നത് യാക്കോബ്. അതേ സ്റ്റേജിലാണ് 2 കൂട്ടർ നിൽക്കുന്ന. ഇപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാക്കി, യാക്കോബിനെ ഇസ്രയേലാക്കി മാറ്റിയ ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തെ എന്തോ സംബോധന ചെയ്യുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. ഞാനായിരിക്കുന്ന എൻ്റെ അവസ്ഥയ്ക്ക് പരിഹാരം വരുത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണോ ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ സേവിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത്? ഞാൻ പറയാ ഇസ്രയേലിൻ്റെ ദൈവം. അപ്പോൾ യബ്ബേസിനെ വളരെ വ്യക്തമായിട്ടറിയാം ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്താണെന്നറിയാം. ഈ ദൈവം ആരാണെന്നറിയാം. അങ്ങനെ അവൻ കണ്ടെത്തി, എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് ഇസ്രയേലിൻ്റെ ദൈവമാണ്. അവൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ഇസ്രയേലിൻ്റെ ദൈവത്തോട്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ?
പ്രാർത്ഥിക്കേണ്ടവരോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പോട്ടെ, ആ ഭാഗം വിടുക. അങ്ങനെ ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. ആരെങ്കിലും കാര്യം ഇപ്പോൾ ഓർമ്മ വരുമ്പോഴോ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഓർക്കുന്ന ആരാന്ന് പറഞ്ഞത്? യാക്കോബ്. അത് തന്നെ അതിൻ്റെ വേറൊരു പദം. നീ എന്നെ നിശ്ചയമായി എന്ത് ചെയ്യണം? അനുഗ്രഹിച്ചിരിക്കണം. രണ്ടുപേരും ഒരേ സ്റ്റേജിൽ കിടക്കുക, 0 ലെവലിലാണ് രണ്ടും കിടക്കുന്നത്. യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ച പോലെ തന്നെയാ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. ഇവൻ പറയുന്നു, ഇസ്രായേലിന്റെ ദൈവത്തോട് പറയുന്നു, എന്നെ നിശ്ചയമായി നീ അനുഗ്രഹിച്ചിരിക്കണം. യു ഹാവ് ടു ബ്ലസ് മീ. നീ എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. യാക്കോബൂടെ യബ്ബേസൂടെ രണ്ടുപേരുടെയും പ്രാർത്ഥന ഒന്ന് തന്നെ, എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എന്നെ അനുഗ്രഹിച്ചാൽ നിന്നെ ഇവിടുന്ന് പ്രശ്നങ്ങളിലൂടെ എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ, എന്നിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. തടഞ്ഞു നിർത്തിയിരിക്കുക, ഇനി പോകാൻ പറ്റില്ല എന്നെ അനുഗ്രഹിച്ചിട്ടേ. കണ്ടിട്ടില്ല, ചിലപ്പം ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ വഴക്ക് കൂടുമ്പം ഭാര്യ ഇതിന് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി, ഇതിന് മറുപടി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി, അല്ലെങ്കിൽ ജോലിക്ക് പോണ്ട. കേട്ടിട്ടില്ലയോ? ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന്. വേറെ അടിയും വഴക്കും ഇല്ലയൊന്നുമില്ല. ഈ ഒറ്റ വാക്കുകൊണ്ട് കെട്ടിയ ആളെ ഇനി അണങ്ങില്ലല്ലോ. ഇത് തന്നെ അവിടെ ചെയ്തേ. ഇതുപോലെ ഒരിക്കൽ മോശം ചെയ്തു ദൈവത്തെ. അവസാനം ദൈവം പറഞ്ഞു, നീ എന്നും എന്നെ വിട്, നീ എന്നെ വിട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. എൻ്റെ പേര് മാറ്റി കളഞ്ഞിട്ട് നീ പൊക്കോ. ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇറങ്ങുക ദൈവം. അത് പറ്റില്ല. അങ്ങനെ പോണോ? എൻ്റെ പേര് കളഞ്ഞേച്ച്, എൻ്റെ പേര് മാറ്റി വെച്ച് നീ എന്ത് ചെയ്തോ, പോയി നശിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ദൈവമായിട്ട് അങ്ങനത്തെ ഒരു ബന്ധമുണ്ടോ? ഇത് ധിക്കാരം കാണിക്കുകയല്ല. ആ ദൈവത്തുമായുള്ള ആ അടുത്ത ഇൻറ്റിമസിയിൽ, ബന്ധത്തിൽ നിന്നാണ് ഇത് വരുന്നത്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. കാരണം ഞാൻ നിന്നെക്കുറിച്ച് കേട്ടേക്കുന്നതൊക്കെ നീ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെക്കുറിച്ച് കേട്ടേക്കുന്നതൊക്കെ നീ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കാരണം എൻ്റെ വല്യപ്പച്ചനെ വിളിച്ചപ്പോൾ നീ പറഞ്ഞതാ. ആരാ വല്യപ്പച്ചൻ? അബ്രഹാമിനെ വിളിച്ചപ്പോൾ നീ പറഞ്ഞത്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. യാക്കോബിനോട് പറഞ്ഞ അത് തന്നെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹ വിഷയമായിരുന്നു. കർത്താവേ, യാക്കോബിൻ്റെ ദൈവമേ, ഇസ്രായേലിൻ്റെ ദൈവമേ, എന്നെ അനുഗ്രഹിച്ചിരിക്കണം. എനിക്ക് നിന്നെക്കുറിച്ച് അറിയാവുന്ന മുഴുവനും യു ആർ എ ഗാഡ് ഹു ബ്ലെസ്സസ്. നീ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ അവൻ്റെ ക്യാരക്ടർ നോക്കി അത്രയും അവൻ്റെ ആ സ്വഭാവം കണ്ടു. എന്തുവാ? ദൈവത്തോട് പരിമിതികളെ മറന്ന്, അവൻ്റെ കുറവുകളെ മറന്ന് ദൈവത്തോട് ചോദിക്കാനുള്ള ഒരു ഗട്സ് വേണം. നമുക്ക് പലർക്കും ഉള്ള പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് ചോദിക്കാനുള്ള ഗട്സ് ഇല്ല. ആള് തരാൻ തയ്യാറാ, നീ ചോദിച്ചാലല്ലേ. ഈ ചോദിച്ചിട്ട് കൊടുക്കുന്നതും ചോദിക്കാതെ കൊടുക്കുന്നതും നമ്മൾ വ്യത്യാസം എന്തുവാ? നിങ്ങൾ ചോദിക്കാതെ ഞാൻ നിങ്ങൾക്ക് ഒരു 1000 രൂപ തന്നെന്ന് വിചാരിക്കുക, നിങ്ങൾ ചോദിച്ചിട്ട് ഞാനൊരു 1000 രൂപ തന്നെന്ന് വിചാരിക്കുക, ഏതിനായിരിക്കും കൂടുതൽ വാല്യൂ? ചോദിച്ചിട്ട് തന്നേനാ. മറ്റേതെന്തുവാ? അയാൾ വാരിക്കും ഒരു കൊടുക്കുന്ന കൊടുത്ത് എനിക്കും തന്നു. എൻ്റെ ആവശ്യത്തിൽ ഞാൻ ചോദിക്കുക, അത് തരുമ്പോൾ അതിൻ്റെ വാല്യൂ വ്യത്യാസമുണ്ട്. അപ്പം ഇവൻ ദൈവത്തിൻ്റെ അടുക്ക് ചെന്ന് പറയുക. അപ്പോൾ അവൻ്റെ യബ്ബേസിൻ്റെ ക്യാരക്ടറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ അടുക്ക ചെന്ന് ചോദിക്കാൻ അവന് യാതൊരു മടിയില്ല.
നീ എന്നെ നിശ്ചയമാ അനുഗ്രഹിക്കുമോ എന്നല്ല. ഇനി അത് ശ്രദ്ധിച്ചോ, ചോദിച്ചത് ഡിമാൻഡ് ചെയ്യല്ല, ഇറ്റ്സ് എ കമ്പൾഷൻ ത്രൂ ലവ്. അത് സ്നേഹത്താലുള്ള ഒരു നിർബന്ധമാണ്. നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ച്. പിന്നെ അപ്പൊ ദൈവം എന്തുവാ? ഒന്ന്, ഇസ്രായേലിന്റെ ദൈവം, അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് മാത്രമല്ല, അവൻ എന്നെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പിന്നെ അടുത്തത് എൻ്റെ അതിരുകളെ വിസ്താരമാക്കണം. വെയിറ്റ്, അതിൻ്റെ അർത്ഥം എന്തുവാ? ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വേർ ഐ ആം നൗ. ഞാൻ ഇപ്പോഴായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ സംതൃപ്തനല്ല. ഇത് അതിമോഹമല്ല, അത്യാഗ്രഹവുമല്ല, ആവശ്യബോധമാണ്. നമ്മൾ ഈ ഓള് പണിയാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതിൻ്റെ കാര്യം മുഴുവൻ എന്തുവാ? പട്ടണത്തിൽ ഇത്രയും വലിയൊരു കെട്ടിടം നമുക്കുണ്ടാകും. ഇത് ആവശ്യം ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് മാറിയിരിക്കുക. അത് ഈ 3 ആരാധനയിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യം ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലാത്തതിന് ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, തുടങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ വരുന്നു, തുടങ്ങുന്നതിന് 10 തീരുന്നതിന് 10 മിനിറ്റ് ആകുമ്പോൾ അവന് യാതൊരു ആവശ്യമില്ല. ഇവിടെ ഈ 3 മണിക്കൂർ ഇവിടെ നിൽക്കുന്നവനാണ് കർത്താവ് ഇതൊന്ന് വലുതായി കിട്ടുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്കിത് ഒരു 2 ആക്കി കുറയ്ക്കായിരുന്നല്ലോ എന്നൊരു അപ്പം എന്താ, അത് ആവശ്യത്തിന് മൊത്തം ദൈവത്തോട് പ്രാർത്ഥിക്കുക. 4 വർഷമായിട്ട് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒന്നും ആയിട്ടില്ല. 4 കൊല്ലം അതിന് അപേക്ഷ കൊടുത്തിട്ട്. യബേസ് പ്രാർത്ഥിക്കുക, എൻ്റെ അതിരുകളെ നീ എന്ത് ചെയ്യണം? വിശാലമാക്കണം. യു ഹാവ് ടു എൻലാർജ് മൈ ടെറിട്ടറി. എൻ്റെ അതിരുകളെ നീ വിശാലമാക്കണം. അപ്പം യബേസിന് ദൈവത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ കാഴ്ചപ്പാടെന്നാ? അവൻ അനുഗ്രഹിക്കുന്ന ദൈവം മാത്രമല്ല, അതിരുകളെ വിസ്താരമാണ്. ദ ഗാഡ് ഹു എൻലാർജസ് മൈ ടെറിട്ടറി. അവൻ്റെ സ്വഭാവം നോക്കിയോ? എൻ്റെ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെന്നൊരു ബോധ്യം വന്നപ്പോൾ എനിക്കത് വേണം, എനിക്കത് പ്രാപിക്കണം, അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വായത്തമാക്കണമെന്നുള്ള ആഗ്രഹം. നമ്മൾ എന്തെല്ലാം കേട്ടാലും അതൊക്കെ അവർ കൊണ്ട് അനുഭവിച്ചു, നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ഈ ഉള്ളതുകൊണ്ടൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തനാണോ നീ ഒരു കാലത്ത് അനുഗ്രഹം പ്രാപിക്കത്തില്ല. എവിടെങ്കിലും ഒരു നല്ല കാര്യം കണ്ടാൽ, എവിടെങ്കിലും ഒരു നല്ല അനുഭവം നീ കേട്ടാൽ, നിൻ്റെ ദൈവത്തെക്കുറിച്ച് ഒരു പുതിയ അറിവ് നിനക്ക് ലഭിച്ചാൽ, ഐ നീഡ് ദം, എനിക്കത് വേണം, എനിക്കത് പ്രാപിക്കണം, എൻ്റെ ജീവിതത്തിൽ എനിക്കത് സ്വായത്തമാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുവനായിരുന്നു ആര്? യബ്ബേസ്. നമ്മൾക്ക് അവനെ കണ്ടുപിടിക്കണം. സംഗതി ആൾ വികലാംഗനാണെങ്കിലും നമ്മളവൻ്റെ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവൻ പറയുന്നത് ശ്രദ്ധിച്ച. ഇനി അടുത്തത് എന്താ പറയുന്നത്? എൻ്റെ അതിരുകളെ വിശാലമാക്കണം. പിന്നെ നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം എന്നാ? ഐ നീഡ് യുവർ പ്രസൻസ്, നിന്റെ സാന്നിധ്യം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയണമെങ്കിൽ ഈ കൊച്ചു പിള്ളേർ ഉറങ്ങാൻ നേരത്ത് അവർ പപ്പയുടെ മമ്മിയുടെ കൈ അവരുടെ പുറത്തോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ കൈ പപ്പയുടെ മമ്മിയുടെ പുറത്തെടുത്ത് വയ്ക്കുക. എന്തിനാ? ടു മേക്ക് ഷുവർ ഐ ആം ഇൻ ഹിസ് പ്രസൻസ്. കുറേ കഴിയുമ്പോൾ നമ്മൾ പിന്നെ പതുക്കെ കൈ അങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞു എന്ന് കാണുമ്പോൾ ആ കൈ പതുക്കെ എടുത്തങ്ങ് മാറ്റും. അതുവരെ ആ കൊച്ചൊന്നെങ്കിൽ അമ്മയുടെ സാരിയിലോ അല്ലെങ്കിൽ ചില പിള്ളേർ അമ്മയുടെ മുടിയിലോ ദേ വിൽ മേക്ക് ഷുവർ ദേ കംഫർട്ടബിൾ. എന്തിനാ? ഐ ആം ഇൻ ഹിസ് പ്രസൻസ്. ഞാൻ എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എൻ്റെ അപ്പച്ചൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് മതി. ആ മുടിയുടെ തുമ്പ് കിട്ടിയാലും മതി ആ കൊച്ചിന്, അത് മതി. കൊച്ചുങ്ങളെ വളർത്തുള്ള അത് മതി അവർക്ക്. യബ്ബേസ് പറയാണ്, നിന്റെ കൈ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഐ നീഡ് യുവർ പ്രസൻസ്. യഹോവയുടെ കൈയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ പഠനമുണ്ട്. ദ ഹാൻഡ് ഓഫ് ദ ലോർഡ്. അപ്പോൾ ചുമ്മാ അതല്ല ഇവൻ പറയുന്നേ. യഹോവയ്ക്ക് വീര്യമുള്ളൊരു ഭുജമുണ്ട്, തൻ്റെ വലം കൈ വീര്യം. പഠിക്കണം ഇങ്ങനെ, ഇത് ഓരോന്നിനെ കുറിച്ച് പഠിക്കണം നിങ്ങൾ. ദൈവത്തിൻ്റെ കൈയെക്കുറിച്ച് മാത്രം. അവൻ തൻ്റെ ബലമുള്ള കൈ കൊണ്ട്, ദൈവത്തിൻ്റെ കരം അത്ര ശക്തമായ കര. അത് ആർക്കറിയാം? യബ്ബേസിനറിയാം. കാര്യം എന്നാ? തൻ്റെ പിതാക്കന്മാരെ
മിസ്രൈമെ അടിമത്വത്തിൽ നിന്ന്, ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന്, ശക്തി എന്താണെന്ന് കേട്ടറിഞ്ഞവനായി ഇവൻ ഒന്നും കണ്ടിട്ടില്ല. കാരണം ഇവൻ്റെ വല്യപ്പൻ്റെ കാലത്ത് ഇതൊക്കെ നടന്നേക്കുന്നത്. ആ കരത്തെക്കുറിച്ച് അത് പറയണം. അതുകൊണ്ട് നിന്റെ കരം എന്നോട് കൂടെ എന്ത് ചെയ്യണം? ഐ വാണ്ട് യുവർ പ്രസൻസ് ഓൾവേസ്. എനിക്കെപ്പോഴും നിന്റെ സാന്നിധ്യം വേണം. പലപ്പോഴും നമുക്ക് സാന്നിധ്യമൊന്നും വേണ്ട, തരാനുള്ളത് തന്നേച്ചാൽ കർത്താവ് പോയച്ചാ ഇല്ലേ. ഈയിടെ ഒരാൾ എന്നോട് പറഞ്ഞു, കല്യാണക്കുലൊക്കെ എനിക്കറിയാം സാറിന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരാൻ ബുദ്ധിമുട്ട്, അപ്പോൾ സാറ് വരുമ്പം തരാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി. ശരിയല്ലോ. പുള്ളി എൻ്റെ എത്രയോ നന്മ ആലോചിച്ചാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് ഡ്രൈവറെ വിളിച്ച് പെട്രോൾ മേടിച്ച് എന്ത് ചെയ്യണ്ട, അതെല്ലാം കൂടെ ചേർത്ത് സാർ ഇങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടാൽ മതി. നമ്മളത് നല്ല പങ്കാതാ. നമുക്ക് ദൈവത്തെ ഒന്നും വേണ്ട, നമുക്ക് അനുഗ്രഹം മാത്രം. എൻ്റെ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്താൽ മതി, അതങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചാൽ മതി. ഇത് 32,000 രൂപ ഡീസലിനാവും, പിന്നെ കൂടെ വരുന്ന ആൾക്ക് ഒരു 1000 രൂപ കൊടുക്കണം, അപ്പോൾ 3000 രൂപ, പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാശ് അതുണ്ട്. അപ്പോൾ സാർ ഓൾറെഡി ഒരു 5000 തരാമല്ലോ, അതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടി, ഇത് സാറിന് ലാഭമല്ലേ ഉണ്ടാക്കിയത്, സാർ അവിടെ ഇരിക്കുകയല്ലോ, അപ്പോൾ ഇതും കൂടെ കൂട്ടി എന്ത് ചെയ്തോ, അത് 10 അയച്ചാൽ എനിക്കൊരു വലിയ കാര്യമായി. സാറിനെ ഞാൻ ശല്യം ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവന് 5000 കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ ഞാൻ 2000 കൊടുക്കുള്ളൂ. കാരണം ഹീസ് നോട്ട്, അവൻ എന്നെയല്ല ആവശ്യം, അവൻ എന്നെയല്ല ആവശ്യം. നമ്മൾ നല്ല പങ്കും ദൈവത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണ്. നമുക്ക് ദൈവം വരണ്ട, അവൻ്റെ അനുഗ്രഹം മാത്രം മതി. എബേസ് പറയുന്നത് എന്താ അറിയാമോ? നിന്റെ കൈ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. 2 കാരണങ്ങളാൽ. വേണമെങ്കിൽ 3 ആക്കി പറയാം. എന്തുകൊണ്ടാ ദൈവത്തിൻ്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്? 1, ഇനി നിങ്ങൾ പറയണം, ഇത് ഞാൻ പഠിപ്പിക്കൽ മാത്രം, നിങ്ങളെ കൊണ്ട് ഇത് കഴിയുമ്പോഴത്തേനും നിങ്ങളെല്ലാം സുന്ദരം പ്രാസംഗരാക്കി തീർക്കണം. എനിക്ക് എന്തിനാ ദൈവത്തിൻ്റെ കൈ എൻ്റെ കൂടെ ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്? അതിനിപ്പോൾ എന്താ, അത് എൻ്റെ കൂടെ ഇരിക്കണമെന്ന്, ഫോർ മൈ പ്രൊട്ടക്ഷൻ, എൻ്റെ സംരക്ഷണത്തിന് വേണ്ടി. ദൈവത്തിൻ്റെ കാര്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തുവാ എനിക്കിതിനെ പേടിക്കുന്നത്? എൻ്റെ സംരക്ഷണത്തിന്. 2, ഫോർ പ്രൊവിഷൻ, എന്നെ അനുഗ്രഹിക്കുവാൻ, എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരുവാൻ. 3, ഞാൻ തെറ്റിലേക്ക് പോകാതിരിക്കാൻ. ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ലല്ലേ ആ ഭാഗത്തേക്ക്. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന്, ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് ഞാൻ എൻ്റെ കാലുകളെ എന്ത് ചെയ്യും? ആ ഭാഗത്ത് പോലും ഞാൻ എന്ത് ചെയ്യത്തില്ല, പോവില്ല. 10 അടി അകലം പാലിച്ചേ പോകത്തുള്ളൂ. കാര്യം എന്താ? തെറ്റുകളിൽ നിന്ന് എന്നെ സൂക്ഷിക്കുവാൻ, എന്നെ പരിപാലിക്കുവാൻ. ഐ നീഡ് ദാറ്റ് ഗോഡ് കോൺഷ്യസ്നെസ്. ആ ദൈവബോധ്യം എൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. ഞാൻ കള്ളു കുടിക്കാത്തത് ആരും കാണുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല. ഞാൻ പലതും ചെയ്യാത്തത് ആരും കാണുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല. എന്നെ കാണുന്നവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമാണ്. ഹിസ് പ്രസൻസ്, അവൻ്റെ സാന്നിധ്യം. അഥവാ അവനുള്ളപ്പോൾ ചെയ്യാൻ എനിക്ക് അനുവാദമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുവന്നു? നിന്റെ കരം എന്നോട് കൂടി ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാ? എല്ലാ വ്യാജമാർഗത്തിൽ നിന്നും എൻ്റെ കാലുകളെ വിലക്കുവാൻ. എല്ലാ വ്യാജമാർഗത്തിൽ നിന്നും ഞാൻ എൻ്റെ കാലുകളെ വിലക്കാൻ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം. ഈ 3 കാരണങ്ങളാലാ എന്ത് ചെയ്യുന്നത്? നിന്റെ കരം എന്നോട് കൂടി ഇരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. ടു പ്രൊട്ടക്ട്, ടു പ്രൊവൈഡ് ആൻഡ് ടു ഗാഡ്. ഈ ഗാഡ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് ദൂതനെങ്ങനെ വലിച്ചുകൊണ്ട് പോകാനല്ല, ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ യബേസ് പ്രാർത്ഥിച്ച്, നമ്മളൊന്നും പ്രാർത്ഥിക്കുന്ന പോലല്ല യബേസിൻ്റെ പ്രാർത്ഥന.
നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ക്യാരക്ടറാണ് പഠിക്കുന്നത്. അടുത്തത്, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇപ്പോൾ എന്തുവാ ജീവിക്കുന്നത്? എന്തിലാ? പത്തറ്റിക്, ഒരു അനർത്ഥ ജീവിതമാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഇത് കർത്താവേ വ്യസനത്തിന് കാരണമായി ഇതിൽ നിന്ന് വിടുവിക്കണമേ എന്നല്ല പ്രാർത്ഥിച്ചത്, ഇതെനിക്ക് വ്യസനത്തിന് കാരണമായി തീരാതെ. കാലിൽ മുടത്തനായൊരുത്തം നടക്കാൻ പോവുക, കർത്താവിൻ്റെ കാലിന് ബലം തരണമെന്നല്ല, കർത്താവ് വീഴാതെ വേണം എന്നെ സൂക്ഷിക്കണമേ, വീഴാതെ വേണം. അപ്പോൾ ന്യായമായിട്ട് എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങ് പ്രാർത്ഥിച്ച് കാല് നീട്ടിക്കൂടായിരുന്നു? നീ എന്തിനാ അവന്? ഇവിടെ ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ കുരുടന്മാർക്ക് ഈ വടി ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നത് പ്രാർത്ഥിച്ച് നോക്കിയാക്ക് പക്ഷേ ഞാനല്ലേ വിളിച്ചേക്കണേ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യോ, എനിക്ക് വടി മേടിച്ചു കൊടുക്കാനുള്ള കാശ് അധികം തന്നെ, നീ പ്രാർത്ഥിച്ച് നോക്കിയായിക്കോ, ആ വടിയെല്ലാം നീയും എടുത്തു വന്നിട്ട്. എന്തിനാ ഡയാലിസിന് കാശ് കൊടുക്കണ പാസ്? ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്താൽ പ്രാർത്ഥിച്ചങ്ങ് അവൻ്റെ കിഡ്നി അങ്ങ് സൗഖ്യമാക്കി കൊടുത്തുകൂടായിരുന്നു? നല്ല കാര്യമാണ്. എനിക്ക് അതിനുള്ള കൃപ ലഭിച്ച, എനിക്ക് ഇല്ലാത്ത കൃപ ഞാനുണ്ടെന്ന് പറയുന്നതിന് എനിക്ക് അതിനുള്ള കൃപ കിട്ടിയിട്ടില്ല. എത്രയോ പേര് സൗഖ്യമായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഞാൻ കിഡ്നി സ്പെഷ്യലിസ്റ്റാണെന്നും പറഞ്ഞ് ഞാൻ ചെയ്യത്തില്ല, ഞാൻ നടക്കുന്നില്ല. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് എന്നെ സൗഖ്യമാക്കിയെന്നല്ല പറഞ്ഞേ, നിങ്ങളെന്നെ വന്ന് കണ്ടില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ചില വാക്യങ്ങൾ കാണുന്നത് വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെയാണ്. ഒരുപക്ഷെ ഞാൻ ആത്മീയനല്ലാത്തതുകൊണ്ടായിരിക്കാം. ശരിയാണ്, അവർക്കുള്ള ആത്മീയം എനിക്കില്ലാത്തതുകൊണ്ടല്ലേ ഞാനിപ്പോൾ രോഗി വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിയടാ സൗഖ്യമായി, കിഡ്നി സൗഖ്യമായി, പൊക്കടാ, 2 ദിവസത്തിനകം നീ ചത്തോ. അപ്പം ആളുകൾക്ക് ദഹിക്കാത്തതുണ്ട്. നീ സഹായിക്കണ്ടപ്പോ ഇത്രേ ഉള്ളൂ. യബേസ് പ്രാർത്ഥിച്ചത് അനർത്ഥം മാറ്റാനല്ല, കർത്താവേ അനർത്ഥം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം. നോക്കിക്കേ, ഈ ചിലതൊക്കെ പ്രാർത്ഥിക്കണമെങ്കിലും ഒരു വിശ്വാസം വേണം കേട്ടോ. ചിലതൊക്കെ പ്രാർത്ഥിക്കണമെങ്കിലും ഒരു വിശ്വാസം വേണം. വിശ്വാസത്തിൻ്റെ പല തട്ടുണ്ട്. അപ്പൊ യബേസിൻ്റെ ആ സ്വഭാവം കണ്ടോ നിങ്ങൾ? അവൻ്റെ ദൈവം ആരാന്നറിഞ്ഞപ്പോൾ ആ ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിനുള്ള അവൻ്റെ ആശ്രയം. ഇതിൻ്റെ അവസാനത്തെ വാക്യം എന്താ പറയുന്നത്? അവൻ യാചിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ യാചിച്ചത്, കാരണം ഇങ്ങനെ യാചിച്ചാൽ കൊടുക്കാത്ത ആരാണ്? ഇങ്ങനെ യാചിച്ചാൽ കൊടുക്കാത്ത ആരാണുള്ളത്? ദൈവം അവന് നൽകി. അവൻ യാചിച്ചതിനെ ദൈവം അവന് നൽകി. ആർക്ക്? ഈ വികലാംഗന്. ആർക്ക്? ഈ അബ്ബേസിന്. ആർക്കാ? സ്വന്തം സഹോദരന്മാരെക്കാളെല്ലാം ഹീനനായി തീർന്ന ജന്മം കൊണ്ട് ഹീനനായവൻ, പക്ഷേ കർമ്മം കൊണ്ട്, ജീവിതം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, എൻ്റെ ആദ്യത്തെ വാക്യം എല്ലാവരെക്കാളും മാന്യനായി തീർന്നു. 2 അധ്യായം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും യബേസിൻ്റെ പേരിലൊരു പട്ടണം ഉണ്ടാകുക. ആ പട്ടണത്തിലെ ശാസ്ത്രിമാർ താമസിക്കുന്ന, ഞാനൊരു കാര്യം പറയട്ടെ, 2 അധ്യായത്തിലാണോ? നിങ്ങളുടെ മുകളിലായിട്ടായിരിക്കും. യബേസ് പാർത്ത് വന്ന ശാസ്ത്രിമാരുടെ പേര്. അവൻ്റെ ചരിത്രമാണ് പിന്നെ പറയുന്നത്. യബേസ് എന്ന് പറയുന്ന ഒരു പട്ടണം എന്ത് ചെയ്തു? ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഹൗസിംഗ് കോളനി പണിയുന്നെന്ന് വിചാരിക്കുക, ഇന്ത്യയിൽ സയൻറ്റിസ്റ്റിന് വേണ്ടി മാത്രം. ആരുടെ പേരായിരിക്കും ഇടുക? അബ്ദുൽ കലാം കോളനി എന്നായിരിക്കും ഇടുക. എന്താ കാരണം? പുള്ളി നല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു.
ചിലരുടെ പേര് അതുകൊണ്ട് ആ പേര് അതിന് വിടുന്നേ. ആ കാര്യം എന്നാ അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെയോ നെഹ്റുവിൻ്റെയോ പേരിടുന്നതിനേക്കാളും ആളുകൾ പ്രിഫർ ചെയ്യാൻ അവൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ, അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി വരും. ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാമെങ്കിൽ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി വരും. ഇതൊരു പ്രവചനമായിട്ട് എഴുതിയിട്ടോ. എന്നിട്ട് അത് ഞാൻ ചത്തുപോയാലും അത് നടമ്പം പറഞ്ഞാൽ മതി, ഇത് സാറ് പറഞ്ഞതിനാന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, ശാസ്ത്രിമാർ താമസിക്കുന്ന ഒരു കോളനിക്ക് ഇവൻ്റെ പേര് ഉപയോഗിക്കത്തക്കവണ്ണം ഇവനെ ദൈവം ഉപയോഗിച്ചു. ക്യാരക്ടർ സ്റ്റഡി. അവൻ്റെ സ്വഭാവത്തിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? യബ്ബേസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. യബ്ബേസ് ഒരു വിശ്വാസവീരനായിരുന്നു. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അവൻ്റെ ക്യാരക്ടർ മുഴുവൻ, അവൻ്റെ സ്വഭാവങ്ങളെ മുഴുവനും നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക? അവൻ്റെ ദാരിദ്ര്യത്തിനും അവൻ്റെ ഇല്ലായ്മയിലും അവൻ്റെ പ്രാർത്ഥന കേട്ടാ. ക്യാരക്ടർ സ്റ്റഡി. അപ്പോൾ ഞാൻ വേദപുസ്തകത്തിൽ യബ്ബേസിനെ മാത്രം എടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് ആദ്യം പരാമർശിക്കപ്പെടാത്ത, ആദ്യം അറിയാത്ത ഒരു പാർട്ടിയാണ്. ഇങ്ങനെ കുറേ ഉണ്ട്. ഇബ്താഹ്, വേറൊരു മനുഷ്യനാണ് ഇബ്താഹ്. ആരാ പുള്ളി? ഏതോ അതിന് മുമ്പൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് അവൻ്റെ കളി. ഇബ്താഹ് വേശ്യാപുത്രനായിരുന്നെങ്കിലും പരാക്രമശാലിയായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവനെ കാണുന്നതാണ്. അധികമൊന്നുമില്ല. അവനെക്കുറിച്ച് തുടങ്ങിയത് എങ്ങനെയാ? നല്ല ഇൻട്രഡക്ഷൻ അല്ലേ ഇത്? ഒരാളെ പരിചയപ്പെടുത്താൻ പറ്റിയ കൊള്ളാവുന്ന ഒരു ഇൻട്രഡക്ഷനാണ്. പക്ഷേ ഇബ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ഇനി നിങ്ങൾ ഇബ്താഹിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം. എനിക്ക് ഇബ്താഹിൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും എന്നെ ടച്ച് ചെയ്യുന്ന ഒരു വാക്യമാണ്. അതേതായിരിക്കും? ഞാൻ യഹോവയോട് പറഞ്ഞു പോയി, എനിക്ക് പിന്മാറിക്കൂടാ. ഞാൻ യഹോവയോട് പറഞ്ഞു പോയി. നമ്മളെന്തൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? പറഞ്ഞെന്ന് പോലും നമുക്ക് ഓർമ്മയില്ല. അങ്ങനൊക്കെ അല്ലേ? എനിക്ക് ഇബ്താഹിന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത സകലത്തെക്കാൾ അവൻ ഇബ്താഹ് എന്ന് കേട്ടാൽ എനിക്ക് ഉടനെ ഓർമ്മ വരുന്നത് ഈ ഒരു വാക്യം, ഈ രണ്ട് വാക്യങ്ങളാണ്. ഏതാ? അവൻ പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. അവനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം, ഞാൻ യഹോവയോട് പറഞ്ഞു പോയി. ഞാൻ യഹോവയോട് പറഞ്ഞു പോയി, എനിക്ക് എന്ത് ചെയ്യത്തില്ല, പിന്മാറാൻ പറ്റത്തില്ല. നമ്മളൊക്കെ പറഞ്ഞാലും അവസരം പോലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്മാറുന്നുണ്ട് ഇല്ലേ? എത്രയോ പ്രാവശ്യം മനസ്സുകൊണ്ട് തീരുമാനം എടുത്തിട്ടും പിന്നെയും ലംഘിച്ചവരല്ലേ നമ്മൾ? മനസ്സുകൊണ്ടാണ് എടുത്തുകൊണ്ട്, അതുകൊണ്ട് ആരും കേട്ടില്ല. കേട്ടായിരുന്നെങ്കിൽ അവർ അന്നേനെ പിടിച്ച് വെച്ചാൽ, നീ എല്ലോടി നാൾ ഇങ്ങനെ പറഞ്ഞ്, നീ എല്ലോ ഇങ്ങനെ ചെയ്ത്, പിന്നെ എന്നെ എങ്ങനെ തന്നെ. നോ, ഇബ്താഹിനെ കുറിച്ച് ശരിക്കപ്പോൾ എൻ്റെ അർത്ഥം തന്നെ, ശരിക്കും ഇവൻ വാക്ക് പാലിക്കേണ്ടവനൊന്നും അല്ല. കാര്യം എന്നാ? നമ്മൾ സാധാരണ പറയുന്നൊരു പേരല്ലേ, എനിക്ക് അപ്പനൊന്നേ ഉള്ളൂ എന്ന് പറയും. എൻ്റെ അപ്പൻ ആരാന്ന് എനിക്കറിയാമെന്ന് പറയും. ഇതാരോടാ പറയുന്നത്? വാക്ക് പാലിക്കാത്തവനോടും ഇവനോടുമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ജന്മം കൊണ്ട് ഹീനനായിരുന്നെങ്കിലും അവൻ്റെ സഹോദരന്മാർ അവനെ ഓടിച്ചു കളഞ്ഞതാ. കാരണം എന്തുവാ? സഹോദരന്മാരുടെ അപ്പന് വേശ്യയിൽ നിന്നുണ്ടായ ഒരു മകനാര്? ഇബ്താഹ്. അപ്പനൊന്നാ, അമ്മ മാത്രം വേറെ ഒന്നായിപ്പോയി. അതുകൊണ്ട് സഹോദരന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തു? അവനെ ഓടിച്ചു. നിങ്ങൾ അധ്യായം വായിച്ചു നോക്കുക. സഹോദരന്മാരെല്ലാം അവനെ എന്ത് ചെയ്തു? ഓടിച്ചു. ഒരു പ്രതിസന്ധി വന്നപ്പോൾ മനസ്സിലായി, ഇവന് മാത്രമേ ഇനി ഞങ്ങളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇവനെ പോയി വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കാൻ പോയി. അപ്പോൾ ഓരോ നിങ്ങളെന്നെ ഓടിച്ചു കളഞ്ഞല്ലേ എന്ന് പറയാതെല്ലാം വന്നു. അവസാനം രക്ഷിച്ചു. അവൻ പോകാൻ നേരത്ത് ദൈവത്തോടൊരു കാര്യം, കർത്താവ് നീ എനിക്ക് ജയം തന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ എന്നെ എതിരേൽക്കുന്നത് ആരായാലും ഞാൻ യഹോവയ്ക്ക് യാഗം അർപ്പിക്കും. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മകളാണ് സ്വീകരിക്കാൻ ഇറങ്ങിച്ചെന്നത്. കാര്യം ചെല്ലാതിരിക്കുമോ? കാരണം ഇങ്ങനെ സഹോദരന്മാർ എഴുതി തള്ളി എൻ്റെ അപ്പന് ഇങ്ങനൊരു ജയം ലഭിച്ചു എന്ന് കാണുമ്പോൾ
ഏത് മോളാ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ടിരിക്കുക? തപ്പിനോട് നൃത്തത്തോടും കൂടെ അവൾ ഇറങ്ങി ചെന്നു. കണ്ടോടനെ അപ്പം പറഞ്ഞു, എൻ്റെ കുഞ്ഞ് നീ ചതിച്ചു. നമ്മുടെ ഭാഷയെ പറഞ്ഞ ചതിച്ചു നീ. നമ്മളാണെങ്കിൽ അവളാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിക്കാൻ വേറെ വല്ലവരെയും കാണത്തക്ക രീതി നോക്കും. അപ്പോഴേ ചോദിച്ചു, അപ്പോൾ എന്താ അങ്ങനെ പറയുന്നേ? കുഞ്ഞെ, ഞാൻ യഹോവയോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്നെ എതിരേൽക്കുന്ന ആരായാലും ഞാൻ യഹോവയ്ക്കത് ബലിയർപ്പിച്ചുകൊള്ളാമെന്നാണ് ഞാൻ തീരുമാനമെടുത്തിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ യഹോവയോട് പറഞ്ഞുകൊണ്ട് എനിക്ക് പിന്മാറാൻ പറ്റുന്നില്ല. അപ്പം പറഞ്ഞ പോലെ ചെയ്തോളാൻ പറഞ്ഞു. ജീവിതം മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസിഷനായത്. ഞാൻ യഹോവയോട് പറഞ്ഞു എനിക്ക് പിന്മാറാൻ പറ്റത്തില്ല, അതെന്തായാലും ശരി, ഞാൻ യഹോവയോട് പറഞ്ഞതാണ്. യബേസ് കഴിഞ്ഞു, നമ്മൾ ഇഫ്താഹിനെ അറിയാം. അവൻ്റെ സ്വഭാവം നോക്കിക്കേ. അപ്പൊ ഇങ്ങനെയുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വ്യക്തികളുടെ സ്വഭാവം ആസ്പദമാക്കിയുള്ള പഠനം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ മൂന്നാമതൊരാളെ വേണമെങ്കിൽ എടുക്കാം. ഒനേസിമോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. വലിയ അഡ്രസ്സൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ്. ആരാ പാർട്ടി? ഫിലോമോൻ്റെ അടിമയാണ്. അന്നത്തെ കാലത്ത് അടിമ എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സ് ഇല്ലാത്തവനായിട്ടോ. പൗലോസ് ഒരു ലേഖനം തന്നെ എഴുതാൻ കാരണം ഇവൻ കാരണ. ആര്? ഒനേസിമോസ് കാരണ. അല്ലെങ്കിൽ നമുക്ക് ആ ലേഖനം പോലും കിട്ടത്തില്ല. പുതിയ നിയമത്തിലെ ഫിലോമോൻ എഴുതിയ ലേഖനം എന്നൊരു ലേഖനമുണ്ട്. അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാ ഒനേസിമോസ്. അവനാരാ? അടിമയായിരുന്നു. ഫിലോമോൻ എന്ന് പറയുന്നത് ഒരു വലിയ പണക്കാരനാണ്. അന്നത്തെ കാലത്ത് അടിമകളെ സ്വന്തം വെക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ ധനാഢ്യന്മാർക്കേ പറ്റത്തുള്ളൂ. അവൻ്റെ അടിമയുള്ള ഒരാളായിരുന്നു. ഇവൻ്റെ നിന്ന് കുറച്ച് പൈസ അടിച്ചേച്ച് ഇവൻ എന്ത് ചെയ്തു? മുങ്ങി. ആരാ? ഒനേസിമോസ്. ഫിലോമോൻ്റെ കുറച്ച് പൈസ അടിച്ചേച്ചാണ് അങ്ങ് പോയി. അവസാനം അടിമയല്ല, ഇവനെ വിട്ടു വേണമെങ്കിലും ഇവനെ പിടിക്കും. അടിമയ്ക്കൊന്ന് ഒരു രക്ഷയില്ല. ഇവനെ പിടിച്ചു, അവസാനം ജയിലിലാക്കി. റോമൻ കാരാഗ്രഹത്തിൽ ഇവൻ കിടക്കുക. പൗലോസിൻ്റെ സഹപഠകനായ പൗലോസിൻ്റെ മുറിയിലാണ് ഇവനെയും കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ഇട്ടേക്കുന്നേ. പൗലോസ് അവനോട് സൂചനയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് അവനെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒന്നുണ്ട്, പവർഫുൾ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒനേസിമോസേ, നിനക്ക് പകരം കാരാഗ്രഹത്തിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ദൈവം അയച്ചതായവനെ. അവനിനി നിൻ്റെ അടിമയല്ല, അവൻ നിൻ്റെ സഹോദരനാണ്. അവൻ എന്തെങ്കിലും നിനക്ക് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൗലോസ് എന്ന ഞാൻ എൻ്റെ സ്വന്തം കയ്യാൽ നിനക്ക് തന്നോളാം. ഞാൻ അവനെ തിരിച്ചയക്കുക നിൻ്റെ അടുക്കിലേക്ക്. നീ അവനെ സഹോദരനെ പോലെ എന്ത് ചെയ്തോണം? സ്നേഹിച്ചോണം, സ്വീകരിച്ചോണം. എന്നെ കൈക്കൊള്ളുന്ന പോലെ നീ എന്ത് ചെയ്യണം? അവനെ കൈക്കൊള്ളണം. അവൻ നിനക്ക് കുറച്ച് പൈസ എന്ന് കടംപെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. അതെൻ്റെ മേൽ കണക്കിട്ടോ. പൗലോസ് എന്ന ഞാൻ എന്ത് ചെയ്തോളാം? അത് നിനക്ക് തന്നോളാം. ഇവിടെ നിന്ന് പൗലോസിൻ്റെ ആ ഒരു മനോഭാവം നിങ്ങൾ നോക്കണം. ഒരു ആത്മാവിനെ നിലനിർത്താൻ വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് അവൻ്റെ കടം മുഴുവൻ പൗലോസ് ഏറ്റെടുക്കുക. അത് ഞാൻ തന്നേക്കാം, അത് ഞാൻ തരാം. ഇവൻ മോഷ്ടിച്ചുകൊണ്ട് പോയ മുഴുവൻ കാശ് ഞാൻ തന്നേക്കാന്ന്. എന്തിനാ? ഒനേസിമോസിനെ നിലനിർത്താൻ. എന്തിനാ? ഇവൻ മൂലം ഫിലോമോനുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട്. ആ ഫിലോമോൻ്റെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്കുക. നമ്മളൊക്കെ ആണെങ്കിൽ നിങ്ങളാണെങ്കിൽ വിചാരിക്കുക, നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് വിചാരിക്കുക, കൊന്നാൽ നമ്മൾ തിരിച്ച് അവിടെ പോകത്തില്ല, വേറെ എവിടെ വേണമെങ്കിലും ഞാൻ പോകും. ആ സഭയിലോട്ട് ഇനി ഞാൻ ഇല്ല, അവൻ്റെ അടുക്കലോട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല. കാരണം അവൻ എത്ര ക്രൂരനാണെന്ന് ഞാൻ അനുഭവിച്ചതാ. അങ്ങനെ ഞാൻ അവിടുന്ന് എന്ത് ചെയ്ത് അടിച്ചോണ്ട് ഞാൻ അവൻ്റെ അടുത്ത് അടിച്ചോണ്ട് പോകാൻ കാരണമുണ്ട്. അവൻ മഹാക്രൂരനാ.
പക്ഷേ when transformation happens, രൂപാന്തരം സംഭവിച്ചപ്പോൾ കഴിഞ്ഞ കാലത്ത് വന്ന സകല തെറ്റുകളെയും കഴിഞ്ഞ കാലത്ത് നേരിട്ട സകല വേദനകളെയും മറന്ന് എനിക്കിപ്പം അദ്ദേഹവുമായിട്ട് റിക്കൺസീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിരപ്പ് പ്രാപിക്കാനായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നൊരു അവസരമാണ്. ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ഇറ്റ്. അത് നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒനേസിമോസിൻ്റെ ജീവിതം പഠിക്കണം. ഫിലോമോൻ അവന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒനേസിമോസിനെ വീണ്ടും അവിടെ ചെന്ന് മുഖം കാണിക്കാൻ കഴിയണമെങ്കിൽ ശരിക്കും രൂപാന്തരം ആരുടെ ജീവിതത്തിലായിരിക്കും വന്നത്? ഒനേസിമോസിൻ്റെ ജീവിതത്തിലാണ്. ഫിലോമോൻ ഓൾറെഡി ബിലീവറാണല്ലോ, വിശ്വാസിയാണ്, ധനാഢ്യനാണ്, സഭയുടെ മൂപ്പനാണ്, ഒത്തിരി ഒക്കെയുണ്ട്. പൗലോസിൻ്റെ സോൾ ഗഡിയാണ്. അവനൊക്കെ അവൻ അത് ചെയ്തിന്. പക്ഷെ ഇവൻ്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരമായിരുന്നു ദ ബിഗസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മളിലൊക്കെ വന്ന രൂപാന്തരം, മാറ്റം ഒനേസിമോസിൻ്റെ ജീവിതത്തിൽ വന്ന പോലെ ആണെങ്കിൽ എത്രയോ ലേഖനങ്ങൾ നമ്മളെക്കുറിച്ച് പലരും എഴുതിയാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ, രൂപാന്തരത്തിൻ്റെ ഒരു ചരിത്രമായിട്ട് മാറിയാണ്. അപ്പം ഇങ്ങനെ വേറെ പുസ്തകത്തിൽ ഇനി പേര് പറയപ്പെടാത്ത കുറേ ആളുകളുണ്ട്, വൻകാര്യങ്ങൾ ചെയ്തിട്ട് ഈവൻ നെയിം ഈസ് നോട്ട് മെൻഷൻസ്. അവരുടെ പേരെന്തോന്ന് വേറെ പുസ്തകം എഴുതിയില്ല. മനഃപൂർവ്വം പരിശുദ്ധാത്മാവ് ആ പേരുകളെ എന്ത് ചെയ്തിരുന്നു? മറച്ചു വെച്ചിരുന്നു. അത് ആരൊക്കെയാ? ഒരു 3-4 പേരെ പറയാമോ നിങ്ങൾക്ക്? 1-2 കാശിട്ട വിധവ. കർത്താവ് വരെ അവളെ കമന്റ് ചെയ്തതാ. അന്ന് ദേവാലയത്തിൽ ഏറ്റവും കൂടുതൽ ഇട്ടത് അവളാന്ന് കർത്താവ് തന്നെ പറഞ്ഞേ. അവളുടെ പേരിന്ന് നമുക്കറിയത്തില്ല. വേറൊന്ന്, യേശുവിന് ആ 5 അപ്പവും 2 മീനും കൊടുത്ത ബാലൻ. അന്നത്തെ ഹിറ്റ് അവനാ. ഏത് അപ്പം വർദ്ധിപ്പിച്ചു എന്നുള്ളതിനേക്കാളുപരി അവൻ്റെ കയ്യിൽ അവനാണ് അന്നത്തെ അത്ഭുതത്തിൻ്റെ കാരണക്കാരൻ. അവൻ്റെ പേര് വേറെ ദിവസം മനഃപൂർവ്വം മറച്ചു വെച്ചു. എന്നെല്ലാം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നെവർ സീക്ക് ഗ്ലോറി. ഒരിക്കലും നീ എന്ത് ചെയ്യരുത്? ഒരു മഹത്വം അന്വേഷിക്കരുത്, റെക്കഗ്നീഷൻ അന്വേഷിക്കരുത്. നന്ദി പറയുമ്പം നമ്മുടെ പേരെങ്ങാണോന്ന് വിട്ടുപോയാ എൻ്റെ അപ്പാ ഉണ്ടാക്കുന്ന പുകില് ചില്ലറെങ്ങാണാണോ? അതുകൊണ്ടൊക്കെ പൊതുവെ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നന്ദി. വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പ്രാസംഗികരെ വേണമെങ്കിൽ പറഞ്ഞോ, എല്ലാവർക്കും. അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ചില്ലറത്തെ നല്ലൊന്നുമല്ല. മലയാളി പ്രത്യേകിച്ച്. ഇനി അടുത്ത് വേറൊരു സഹോദരി, വേറൊരു പാർട്ടിയുണ്ട്, പേര് ന്യായമായിട്ട് എഴുതേണ്ടതായിരുന്നു. നയമാന് പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുത്ത ആ വീട്ടിലെ ബാല്യക്കാരി നയമാനോടെ അവിടെ ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്, നീ അവിടം വരെ ചെന്നാ നിന്റെ കുഷ്ഠരോഗം മാറ്റി കിട്ടിയെന്ന് പറഞ്ഞ ആ പെങ്കൊച്ചൻ്റെ പേര് പറഞ്ഞില്ല. ഒരു ചെറിയ ബാല്യക്കാരി എന്നേ പറയുന്നു. എത്ര അവർ ചെയ്ത കാര്യങ്ങൾ നോക്കിയാൽ എന്തോ വലിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തേ. പക്ഷേ അവിടെ ഒന്നും പേര് വേദോസ്തവത്തിലില്ല. ഇന്ന് വല്ലതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടോ? ഡോണ്ട്. ആരും നിന്റെ പേര് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യണ്ട, വിഷമിക്കൊന്നും വേണ്ട. തമ്പുരാന് നിന്റെ പേരറിയാമെന്ന് മാത്രം നോക്കിയാൽ മതി, അത്രയും മതി. ഇവിടെ ഒരു പക്ഷേ ആരും അറിയില്ലായിരിക്കും. ഇവിടെ ഒരു പക്ഷേ ആരും നിനക്കൊരു, എനിക്കറിയാം ചില ആളുകൾ എൻ്റെ കസേരയ്ക്ക്, ചിലർ കസേരയ്ക്ക് ഇരിക്കാൻ വരുന്ന പാട് കണ്ട ഒന്നും ചെയ്തില്ലെങ്കിൽ ആദ്യത്തെ റോയിൽ തന്നെ ഇരിക്കണം എന്ന് നിർബന്ധമുള്ള ചില ആളുകളുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് ഫസ്റ്റ് റോ തന്നെ കിട്ടണം, കഴിയെങ്കിൽ
പ്രാസംഗികൻ്റെ തൊട്ടടുത്ത കസേര ഇരിക്കണം. ഞാൻ എന്തിനാ കുഞ്ഞ്, നമ്മളൊക്കെ ആ സ്റ്റേഷൻ ഒരാൾ വന്ന് എൻ്റെ വന്നാലും ആ പുള്ളി മാറില്ല. ഞാൻ എഴുന്നേറ്റ് എത്രയോ പ്രാവശ്യം ഞാൻ എവിടെ ഇരുന്നാലും എന്നെ അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ മൂന്നാമത്തെ നിലയിൽ പോയിരുന്നാലും എന്നെ കാണേണ്ടവൻ എന്നെ കാണും. എന്തിനാ ഇത്? വേറെ ചില ക്യാരക്ടേഴ്സ് നിങ്ങൾ പഠിച്ചു നോക്ക്. സൈലന്റ് ഫിഗേഴ്സ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഇറക്കമുള്ള നമ്മളെ മാനിക്കുന്ന ഒരു ദിവസം വരുമെന്നേ. നമ്മളെ ലോകം അറിയുന്ന ഒരു ദിവസം വരും. അത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? തെളിയിക്കുക. നിന്റെ ജീവിതം നീ ഇങ്ങനെ ഈ ഞാഞ്ഞൂലിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലമുക്കാനൊന്നും നിൽക്കണ്ട. കറക്റ്റ് സമയമാകുമ്പോൾ എന്ത് ചെയ്യും? നിന്നെ വിളിക്കും, നിന്നെ അക്നോളജ് ചെയ്യും, നിന്നെ റെക്കഗ്നൈസ് ചെയ്യും. അതിൽ നമ്മൾ പാടാറുണ്ടല്ലോ, താതൻ പേർക്കായി സേവ ചെയ്യാൻ താതൻ എന്നെ മാനിക്കുവാനായി തരുമോരോരോ കിരീടങ്ങൾ വിളങ്ങിടും, തരുമോരോരോ പ്രതിഫലങ്ങൾ വിളങ്ങിടും കിരീടങ്ങൾ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഉറപ്പോടെ നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ എടുത്തോണം. നമുക്ക് ദൈവം ഒരു അവസരം വെച്ചിട്ടുണ്ട്. അൺമെൻഷൻ, ഒരിക്കലും പേര് പറയപ്പെടാത്ത ഒത്തിരി ആളുകളെ നമുക്ക് ദൈവദിനത്തിൽ കാണാം. അവരൊന്നും എന്ത് ചെയ്ത്, അതിന് വേറൊരു ഉദാഹരണമല്ലേ, ആര്? മോർദെഖായി. ആരും അറിഞ്ഞില്ലല്ലോ എന്താ അവൻ രാജാവിന് വേണ്ടി ചെയ്തതെന്ന്. കുഞ്ഞെ, ഒരു ദിവസം വരും, ഒരു ദിവസം വരും, ഒരു ദിവസം വരും, ആരും അറിയാതെ നീ ചെയ്തതിന് എല്ലാവരും അറിയാൻ നിന്നെ മാനിക്കുന്നത്. ഞാൻ ഒരു കൊച്ചു കഥയും കൂടെ ഒരു സംഭവം കൂടെ പറഞ്ഞു വെച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത്, ഞാൻ സെമിനാരി പോകുന്നതിന് മുമ്പേ വോയിസ് ഓഫ് ഗോസ്പലൊക്കെ ഇവിടെ സ്ഥാപിച്ചാൽ പോയത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയ ഒരു ചെറിയ പ്രസ്ഥാനമായി. പിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചാൽ ഞാൻ അങ്ങനെ കോളേജിൽ പോകുന്നു പഠിക്കുന്നത്. പക്ഷെ ആർക്കും അറിയത്തില്ല ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ തേർഡ് ഇയർ ആയപ്പോഴാണ്, 3-ാം വർഷം ആയപ്പോഴാണ് ആരാന്ന് കോളേജ് അറിയുന്നത്. എൻ്റെ ഗുണം എന്നാണെന്നറിയാമോ? അറിഞ്ഞിറങ്ങിയ ഉടനെ കോളേജിൽ നിന്ന് എഡിൻബർഗിൽ പോകാനായിട്ട് അവിടെ നടന്നൊരു മിഷൻ കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനായിട്ട് ഒരു വലിയ ഭാഗ്യം കർത്താവിന് തന്നു. ഞാൻ സെമിനാർ പഠിച്ച ആർക്കുമില്ല. ഞാനവിടെ കോളേജിൽ പ്രസൻറ്റ് ചെയ്തൊരു പേപ്പറാണ് അതിന് കാരണം. ചർച്ച് പ്ലാന്റിങ്ങിനെ കുറിച്ച്, സഭാസ്ഥാപനത്തെക്കുറിച്ചൊരു പേപ്പറാണ്. അതെൻ്റെ മിഷൻ പ്രൊഫസർക്ക് ഒത്തിരി ഇഷ്ടമായി. അദ്ദേഹം ഈ പേപ്പർ അവർക്ക് അയച്ചു കൊടുത്തു. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ആളെ കോൺഫറൻസ് വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 24-ാമത്തെ വയസ്സിൽ ആദ്യത്തെ വിദേശയാത്ര, ആരുണ്ടായിട്ട് വിദേശയാത്രയ്ക്ക് ദൈവം ഒരു ഭാഗ്യം തന്നു. ആ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യൻ ഞാനായിരുന്നു. നിന്നെ അറിയുന്നൊരു ദിവസമുണ്ട്. അന്ന് ടിക്കറ്റ് ഞങ്ങൾക്ക് എടുക്കുമ്പോഴും എനിക്ക് അമേരിക്ക വരെ പോയി ഒരാളുടെ ടിക്കറ്റ് ഉണ്ട്. അങ്ങനത്തെ ആ ടിക്കറ്റ് എഡിൻബർഗിൽ ബ്രേക്ക് ചെയ്തിട്ട് പോവാം. എനിക്ക് അവിടെ ഒന്നും ആരുമില്ല, ഞാൻ അമേരിക്ക പോയതുമില്ല. എഡിൻബർഗ് യാത്ര കഴിഞ്ഞു, തിരിച്ചു വന്നു. പിന്നെ അനേക വർഷങ്ങളെങ്ങും പോയിട്ടില്ല. നമ്മളെ ആരും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു കത്ത് എനിക്ക് അമേരിക്കയിൽ നിന്ന് ലഭിക്കുകയാണ്. അതിനകത്ത് $20 ഒരു ചെക്കുണ്ട്. $20 ഒരു ചെക്ക്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനത്തിൽ, അന്ന് ആരുമില്ല കേട്ടോ. മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഒറ്റ മിഷണറിയേ ഉള്ളൂ, വേറെ ആരുമില്ല. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾക്ക് മിനിസ്ട്രിക്ക് സഹായമായിട്ട് ഒരു $20 ഞാൻ അയക്കുന്നുണ്ട്. ഞാൻ ഈ ആൻഷനെ അറിയത്തില്ല, ആരും അറിയത്തില്ല. അന്ന് പിന്നെ ഇമെയിൽ, ഫോൺ വിളിയൊന്നും ഇല്ലല്ലോ. അന്ന് എഴുത്തുകുത്തുകളാണ്. അങ്ങനെ എങ്ങനെയാണ് എന്നെ അറിഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഞങ്ങളെ പഠിപ്പിച്ച ആ പ്രൊഫസർ ഇന്ത്യയിലെ മിഷൻ ഓർഗനൈസേഷൻസിനെ കുറിച്ചുള്ള ഒരു ഡയറക്ടറി ഇറക്കിയെന്ന്. ആ ഡയറക്ടറിയിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ വോയിസ് ഓഫ് ഗോസ്പലിൻ്റെ പേരും അതിനകത്ത് പുള്ളി ചേർത്തു. അന്ന് 3 മിഷണന്മാരെ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ അമേരിക്കയിലിരുന്ന ഒരു പട്ടാളക്കാരന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ഹൃദയത്തിനകത്തൊരു വലിയ ഭാരം.
യേശുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത രാജ്യങ്ങളിലേക്ക് അവിടുത്തെ വേലകളെ സഹായിക്കണമെന്ന്. അദ്ദേഹം ചെന്ന് കടയിൽ ചെന്നപ്പോൾ ഈ പുസ്തകം വാങ്ങിക്കുന്നത്, ഇന്ത്യയിലെ മിഷൻ ഓർഗനൈസേഷൻസിൻ്റെ കുറിച്ചുള്ള പുസ്തകം വാങ്ങിച്ചു. എല്ലാം നോക്കിയപ്പോൾ എല്ലാത്തിനും 50 മിഷണറിമാർ, 75 മിഷണറിമാർ, 100 മിഷണറിമാർ, ഏറ്റവും കുറവ് മിഷണറിമാർ പ്രവർത്തിക്കുന്ന സംഘടന ഏതാ? നമ്മുടെയാണ്. അപ്പോൾ അയാൾ വിചാരിച്ചു ഇവർക്കതുകൊണ്ട് മറ്റ് ചിലവുകളൊന്നുമില്ല, കിട്ടുന്ന പൈസ മുഴുവൻ സൂചന കളിക്കും, ഓഫീസായിട്ട് അങ്ങനെ എക്സ്പെൻസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് പുള്ളി നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ആദ്യത്തെ ചെക്ക് അയച്ചു തന്ന പുള്ളിയാണ്. ആ ചെക്ക് അന്ന് വന്നതുകൊണ്ടാണ് അന്ന് ഫോറിൻ കോൺട്രിബ്യൂഷൻസ് സ്വീകരിക്കാനായിട്ട് അംഗീകാരം നമ്മൾ അപ്ലൈ ചെയ്തു. അന്ന് വളരെ എളുപ്പമാണ്, കിട്ടി. ഇന്ന് ദൈവം ഇതിനാവശ്യമുള്ളതെല്ലാം നമുക്ക് തരത്തക്ക രീതിയിൽ ദൈവം നമുക്ക് നൽകി തന്നു. ഞാൻ പറഞ്ഞത് നിന്നെ അറിയത്തില്ലായിരിക്കും ആർക്കും. ഇപ്പോൾ നീ ചെയ്യുന്നത് അറിയത്തില്ലായിരിക്കും. നിന്നെ അറിയിക്കാൻ വേണ്ടി നീ ഒന്നും ചെയ്യണ്ട. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്താൽ മതി. നിന്നെ ലോകം അറിയുന്ന ഒരു സ്ഥാനത്തേക്ക് ദൈവം ഒരു ദിവസം ഉയർത്തിക്കോളും.